അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പിക് ബൂസ്റ്റർ കിട്ടാനുള്ള സാധ്യത എങ്ങനെ, പ്രോബബിലിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നതുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ തമ്മിൽ എന്താണോ വേണ്ടത് അത് തന്നെയാണ്. എല്ലാ മച്ചാന്മാരെല്ലാവരും കാണുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് അടിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം ഗൈസ്. ഫസ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഒറ്റ ട്രിക്കേ ഉള്ളൂ. ഫസ്റ്റ് ട്രിക്ക് നമ്മൾ എന്താക്കുക, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സിൽ വാങ്ങുക. സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സിൽ പോവുക. നമ്മൾ പ്രൈസ് എന്താക്കുക, 0 to 500. പ്ലെയർ വാല്യൂ ഉണ്ടാക്കുക, 1 സ്റ്റാർ കൊടുക്കുക. എന്നിട്ട് സോർട്ട് എടുത്തിട്ട് എന്താക്കുക, പ്രൈസ് അടിക്കുക, പ്രൈസ് മുകളിലോട്ടാക്കുക. ഓക്കെ, ഇങ്ങനെ അപ്പോൾ 0 GB പ്ലേയേഴ്സിനെ നമുക്ക് ഇവിടെ കാണാം. എൻ്റെ കുറച്ച് 0 GB പ്ലേയേഴ്സിനെ ടീമിൽ വാങ്ങിയിടുക. അപ്പോൾ എൻ്റെ കുറച്ച് ആൾക്കാരുണ്ട്, ഞാൻ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 0 GB പ്ലെയറിനെ വാങ്ങിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും 0 GB പ്ലെയേഴ്സിനെ വാങ്ങുക. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മാനേജർ ലിസ്റ്റ് പോവുക. മാനേജർ ലിസ്റ്റ് പോയിട്ട് നമ്മൾ എന്താക്കണം ഗൈസ്, പ്രൈസ് ഏറ്റവും താഴെന്ന് മുകളിലോട്ടാക്കുക. പ്രൈസ് മുകളിലോട്ടാക്കിയിട്ട് ക്യാൻസൽ കൊടുക്കുക. മുകളിലോട്ടാക്കിയിട്ട് പ്രൈസ് അടിക്കുക. ഓക്കെ, എന്നാൽ നമ്മളെ സ്പെഷ്യൽ ആദ്യം തന്നെ കിട്ടുന്ന ഒരു മാനേജറായിരിക്കും ഡാമിയ ഗ്രാനേറോ. അദ്ദേഹത്തെ കിട്ടുന്നതാണ്. നമ്മളെന്താക്കുക, അദ്ദേഹത്തെ വാങ്ങുക. അദ്ദേഹത്തെ വാങ്ങിയതിന് ശേഷം നമ്മൾ അദ്ദേഹത്തിനെ സ്ക്വാഡിലേക്ക് കയറ്റണം. ഡാമിയ ഗ്രനേറോ നമുക്കപ്പോൾ ഇത് ഫസ്റ്റ് സ്ക്വാഡായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ ഞാൻ ടോപ്പപ്പ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. ആകെ ടോപ്പപ്പ് ചെയ്തത് മറ്റേ ഏതാണ്, DMFലുള്ള ഗോഡിയോള മാത്രമാണ് ഇന്നേതായിട്ട് ടോപ്പപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഗെയിം പ്ലാൻ ലിസ്റ്റിലേക്ക് പോകുക. നമ്മൾ ഫസ്റ്റിൽ തന്നെ ഗെയിം പ്ലാൻ ലിസ്റ്റിൽ നമ്മൾ എന്താക്കുക, പുതിയൊരു ഗെയിം പ്ലാൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. എന്നിട്ട് നമ്മൾ എന്താക്കുക, 0 GB പ്ലേയേഴ്സില്ലേ, നമ്മൾ വാങ്ങിയ 0 GB പ്ലേയേഴ്സിനാ അങ്ങനെ സ്ക്വാഡിലേക്ക് ഇടുക. സ്ക്വാഡിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളെന്താക്കുക, ഞാൻ യുവൻറ്റസിൻ്റെ അപ്പം വന്ന ബാക്കായിരുന്നു സ്പിൻ ചെയ്തത്. അതുകൊണ്ട് എനിക്കിവിടെ കാണാം ലെഫ്റ്റ് ബാക്കും സെൻട്രൽ ബാക്കും ഞാൻ ഒഴിവാക്കിയിട്ടത്. സെൻട്രൽ ബാക്കിൽ 2 ആളുണ്ട്, ലെഫ്റ്റ് ബാക്കിൽ 2 ആളുണ്ട്. വന്ന പ്ലേയേഴ്സിൻ്റെ പൊസിഷൻ മാറ്റി ഇടുക. ആ പൊസിഷനിലുള്ള പ്ലേയേഴ്സിനെ നമ്മൾ എന്താക്കുക, റിലീസ് ചെയ്യുക. സ്ക്വാഡിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ആ പൊസിഷൻ മാത്രം ബ്ലാങ്ക് ആയിട്ട് ഇടുക. അപ്പോൾ ടീം വലിയ ഡിപ്പെൻഡ് ഇല്ല, ടീം എന്നാലും ഇടുക. എന്നിട്ട് നമ്മളെന്താക്കുക, ബാക്കടിക്കുക. എന്നിട്ട് സാധാ പോലെ കോൺട്രാക്റ്റിൽ പോയിട്ട് സൈൻ എടുക്കുക. സൈൻ എടുക്കുന്നതിൽ നമ്മൾ ഇനിയിപ്പോൾ ട്രിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആ ട്രിക്കും കാര്യങ്ങളും യൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്ന ട്രിക്ക് എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, കോയിനൊന്നുമില്ല എന്നാലും ജസ്റ്റ് നമ്മൾ ഉള്ളിൽ കയറുന്നു. ഈ ഫീച്ചേർഡില്ലേ ഇവിടെ തൊട്ട് ഈ ഡോക്കുവിനെ തൊട്ട് ഫുൾ ഫീച്ചേർഡിൽ നിന്ന് നമ്മൾ തൊടുന്നു. അതിന് ശേഷം നമ്മൾ റൊട്ടേറ്റ് 3 പ്രാവശ്യം അടിക്കുന്നു. ഇത് എന്താക്കുന്നു, നമ്മൾ ബാക്ക് ഇറങ്ങുന്നു, ഡീറ്റെയിൽസ് നോക്കുന്നു, ആൻഡ് ദെൻ സൈൻ അടിക്കുന്നു. സൈനും 3 ടൈംസ് ക്യാൻസൽ അടിച്ച് സൈൻ കൊടുക്കുന്നു. കിട്ടും പ്രോബബിലിറ്റി കൂടുതലാണ് എങ്ങനെ ചെയ്താൽ എപ്പിക് അടിക്കാനുള്ളത്. അങ്ങനെ തന്നെയാണ് എനിക്ക് ഇതിലെ ഓൾമോസ്റ്റ് അധികം ആൾക്കാരും കിട്ടിയിട്ടുള്ളത്. അത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.